സുനിലിൻ്റെ ഫാദർ മരിച്ചപ്പോൾ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് 50 ലക്ഷം രൂപയുണ്ടായിരുന്നു. ബാങ്ക് മാനേജർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഒരാളെ നോമിനിയാക്കി നിശ്ചയിച്ചു. ഇതിൻ്റെ എമൗണ്ട് ആർക്ക് കിട്ടും? ജോയിൻ്റ് ഓണർക്ക് കിട്ടുമോ, നോമിനിക്ക് കിട്ടുമോ, അതോ ലീഗൽ ഹെയറിന് കിട്ടുമോ? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ആരാണ് നോമിനി? നോമിനി എന്ന് പറഞ്ഞാൽ നോമിനേറ്റ് ചെയ്യുകയാണ്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളെ ഒരാളെ നോമിനേറ്റ് ചെയ്യുകയാണ്. ആ നോമിനി എന്ന് പറയുന്നത് ഓണറാകണം നിർബന്ധമില്ല, ചില സാഹചര്യങ്ങളിൽ ഓണറാകാം. നോമിനേറ്റ് ചെയ്ത് ഒരാളെ നോമിനേറ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് പൈസ കിട്ടും, ബാങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്ക് പൈസ ലഭിക്കും. പക്ഷേ അത് ഹോൾഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ. പക്ഷെ അടുത്ത ജോയിൻ്റ് ഓണറാണ്. ജോയിൻ്റ് ഓണർക്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം, പക്ഷെ അവിടെയും ഹോൾഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ. ശരിക്കുള്ള ഓണർ എന്ന് പറഞ്ഞാണ് ലീഗൽ ഹെയർ എന്ന് പറയുന്നത്. ലീഗൽ ഹെയർ ആരാണോ അവർക്കാണ് ഈ എമൗണ്ട് കൊടുക്കുന്നത്. ഈ ജോയിൻ്റ് ഓണറോ അല്ലെങ്കിൽ ഈ നോമിനിയോ ഈ എമൗണ്ട് കീപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ലീഗൽ ഹെയറിൽ പറയുന്നത് ആ എമൗണ്ട് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിലൊരു ഉത്തരവാദിത്വം മാത്രമേ ഈ രണ്ടുപേർക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ എങ്ങനെ ലീഗൽ ഹെയർസ് ആകും? ഹിന്ദുസിനാണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട്, ക്രിസ്ത്യൻസിനാണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട്, മുസ്ലിംസിന് മുസ്ലിം പേഴ്സണൽ ലോ. ഇങ്ങനെയാണ് ഈ പറയുന്ന 3 ആക്ടുകളിൽ പ്രകാരം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് ലീഗൽ ഹെയർസിന് വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നോമിനി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓണറാകണം നിർബന്ധമില്ല, ചില സാഹചര്യങ്ങളിൽ മാത്രം ആകാം. അല്ലാത്ത കേസുകളിൽ ഒരിക്കലും പലർക്കൊരു അബദ്ധധാരണയുണ്ട്, നോമിനി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ആ ആൾക്ക് എമൗണ്ട് കിട്ടുമല്ലോ എന്ന്. പക്ഷെ അതിനുശേഷം ലീഗൽ കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കേസ് ഡിസ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് എത്ര നാൾ വേണമെങ്കിലും ബാങ്കിൽ ഇങ്ങനെ കിടക്കാം, ആർക്കും എടുക്കാൻ പറ്റാതെ. അപ്പം ഏതാണ്ട് ബാങ്കിലെ ഒരു 36,000 കോടി എമൗണ്ടുകളാണ് ഡെപ്പോസിറ്റ് എടുക്കാതെ കിടക്കുന്നത് ഇന്ത്യയിൽ. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾ ബാങ്കിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അവരൊരു വിൽപ്പത്രം എഴുതി വയ്ക്കുക, വിൽപ്പത്രത്തിൽ കാണിക്കുക ഓരോ മക്കൾക്ക് എത്ര എമൗണ്ട് വെച്ചാണ് കൊടുക്കേണ്ടതെന്ന്. അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു വാലിഡ് പോയിന്റാണ്. അപ്പോൾ വിൽപ്പത്രം അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും വരാത്ത കേസുകൾ നമ്മൾ സാധാരണ സക്സഷൻ ആക്ട് പ്രകാരമാണ് പോകുന്നത്.